എം ശ്രീയിൽ സിപിഎമ്മിന്റെ അനുനയ ശ്രമത്തിന് വഴങ്ങാതെ സിപിഐ. പാർട്ടി നിർദ്ദേശമനുസരിച്ച് മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടെത്തി ബിനോയ് വിശ്വത്തെ കണ്ടെങ്കിലും പ്രശ്നപരിഹാരമുണ്ടായില്ലെന്നാണ് സൂചന. എല്ലാം ശരിയാകുമെന്ന് മന്ത്രി പ്രതികരിച്ചപ്പോൾ നിലപാടിൽ മാറ്റമില്ലെന്ന് GR അനിൽ വ്യക്തമാക്കി. പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാൻ പറ്റൂ. നമ്മുടെ നിലപാടിൽ മാറ്റം വരണ കാര്യം എന്തെങ്കിലും സെക്രട്ടറിയോട് ചോദിക്കും. സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ സിപിഎം ജനറൽ സെക്രട്ടറി MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. AKG സെന്ററിൽ വെച്ചാണ് ചർച്ച. We will discuss. We are political parties, responsible political parties. We are part of LDF. Whatever issues before us, we will discuss and we will try to find a solution. That's all. What hope? It is not question of hope. It is question of our understanding. റോഷിപാലും നോബൽ വാരിക്കാരനും ചേർന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. റോഷിപാലിലേക്ക് ആദ്യം. റോഷിപാൽ, ഒരു സമാധാനത്തിലേക്ക് അനുനയത്തിലേക്കൊന്നും എത്തിയിട്ടില്ല, വഴങ്ങിയിട്ടില്ല എന്നുള്ളത് പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ ഏറെക്കുറെ വ്യക്തമാണ്. അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച ഫലം കണ്ടില്ല. ശിവൻകുട്ടിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഒരു ഫലം കണ്ടിട്ടില്ല എന്നത് ഏറെക്കുറെ വ്യക്തമാണ്. ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കുമെന്നതും നിർണായകമാണ്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട CPI ഉന്നയിച്ച പരാതികൾ, ആരോപണങ്ങൾ, ഇതിൽ ഒരു കൃത്യമായ ഉത്തരം ലഭിക്കാതെ PM ശ്രീ പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് ആ നിലപാടിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനുനയ നീക്കം അത്ര എളുപ്പത്തിൽ വിജയിപ്പിക്കുക സർക്കാരിന് മുന്നിൽ അത് സാധ്യമല്ല. ഏതായാലും ഇന്ന് അനുനയ നീക്കത്തിൻ്റെ തുടക്കമായിട്ട് നമുക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ CPI സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ സന്ദർശനത്തെ വിലയിരുത്തേണ്ടി വരും. പക്ഷേ മന്ത്രി GR അനിൽ അതൊരു സ്വകാര്യ സന്ദർശനം എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് ചർച്ചകൾ നടന്നില്ല. അതേസമയം ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളടക്കം ചർച്ച ചെയ്തു എന്നാണ്. ഏതാണ്ട് 30 മിനിറ്റോളമാണ് ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. അങ്ങനെ മന്ത്രി വി ശിവൻകുട്ടിയും വിശദീകരിക്കുന്നു. പക്ഷേ ഇവിടെ കൊണ്ട് CPI സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകില്ലെന്ന കാര്യത്തിൽ സംശയവുമില്ല. തിങ്കളാഴ്ചയാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. അന്ന് ഏറ്റവും നിർണായകമായ തീരുമാനത്തിലേക്ക് CPI എത്തുമോ എന്നതാണ്. കടുത്ത തീരുമാനത്തിലേക്ക് CPI നേതൃത്വം പോയി കഴിഞ്ഞാൽ LDF-ൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെടും. കാരണം പൂർണ്ണമായും CPI LDF-ൽ അവഗണിക്കപ്പെട്ടു എന്ന വിലയിരുത്തൽ തന്നെയാണ് നേതൃത്വത്തിനുള്ളത്. കാരണം 2 വട്ടം അത് ക്യാബിനറ്റ് മുന്നിലേക്ക് എത്തുമ്പോൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ കൃത്യമായി അന്ന് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ ഉയർത്തിയതാണ്. അതിനുശേഷം പിന്നീട് ചർച്ചകൾ നടന്നില്ല. ഈ ഒപ്പുവെച്ചതിന് ശേഷം പോലും മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി P രാജൻ ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി പോലും പറയാൻ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ തയ്യാറായില്ല എന്ന പരിഭവം കൂടി CPI നേതൃത്വത്തിനുണ്ട്. കൃത്യമായി LDF-ലെ രണ്ടാം കക്ഷിയായി CPI-യോട് കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇങ്ങനെ BJP-യുടെ അജണ്ട, RSS-ന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള പദ്ധതി എന്തിനു നടപ്പിലാക്കിയെന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അവിടെ കൃത്യമായ ഒരു മറുപടി പറയാൻ CPM സംസ്ഥാന സെക്രട്ടറിക്കോ നേതൃത്വത്തിനോ സാധിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇനി എന്തായിരിക്കും CPI നേതൃത്വത്തിൻ്റെ തുടർ നിലപാട് എന്നത് നിർണായകമാകും. അതിനപ്പുറത്തേക്ക് അനുനയത്തിന് വഴങ്ങാത്ത CPI നേതൃത്വത്തെ CPIM സംസ്ഥാന സെക്രട്ടറി കാണുമോ എന്നത് പ്രധാനപ്പെട്ട നീക്കമായിരിക്കും. ഏതായാലും ഇനിയുള്ള അങ്ങോട്ടുള്ള LDF-ൻ്റെയും CPI നേതൃത്വത്തിൻ്റെയും നീക്കം സുപ്രധാനമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. വീണ്ടും ഇടഞ്ഞ് CPI മുന്നോട്ട് പോയാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരിക്കും LDF-ന് സമ്മാനിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും ഇനി നിർണായകം തന്നെയാണ് ഓരോ കൂടിക്കാഴ്ചയും. നോബൽ മാരിക്കാരും കൂടി ചേർന്നുണ്ട്. നോബൽ, നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചകൾ ഇനിയും ഉണ്ടാകും. അതിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് D രാജയും MA ബേബിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. എത്ര നേരമായി കൂടിക്കാഴ്ച തുടങ്ങിയിട്ട്? ഇനിയിപ്പോൾ ഇതിൽ നമുക്കറിയാം, നേരത്തെ MA ബേബി ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോഴും ഒരു MA ബേബിയുടെ വാക്കുകളിലായിരുന്നു CPI പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് തകിടം മറിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഈ തീരുമാനവുമായി PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന CPM-നെയാണ് കണ്ടത്. ഇന്നലെ CPI-യുടെ വിമർശനം, കടുത്ത രൂക്ഷമായ വിമർശനങ്ങൾ അടക്കം കണ്ടു. പക്ഷേ അപ്പോൾ ഇനി എന്താകും എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഈ കൂടിക്കാഴ്ച എത്രത്തോളം നിർണായകമാണ്, എത്ര നേരമായി തുടങ്ങിയിട്ട് എപ്പോഴായിരിക്കും അവസാനിക്കുക എന്ന സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നത്? ശ്രുതി, ഏറെ നിർണായകമായ കൂടിക്കാഴ്ചയാണ് എനിക്ക് പിന്നിലെ AKG ഭവനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പാണ് D രാജ ഇങ്ങോട്ട് എത്തുകയും MA കൂടിക്കാഴ്ച ആരംഭിക്കുകയും ചെയ്തത്. PM ശ്രീയിലുള്ള ശക്തമായ എതിർപ്പ് D രാജ അറിയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണം എന്നാണ് CPI-യുടെ ആവശ്യം. അതോടൊപ്പം തന്നെ മുന്നണി മര്യാദകൾ ലംഘിച്ചുകൊണ്ടാണ് ഈ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത് എന്നും CPI ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നു. ആ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ ചേർന്ന CPM-ന്റെ ദേശീയ സെക്രട്ടേറിയറ്റിൽ വിശദമായി തന്നെ പ്രകാശ് ബാബു ഒപ്പം മറ്റ് കേരള നേതാക്കളൊക്കെ
നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. ശക്തമായ നിലപാട് ഇതിൽ നേതൃത്വം സ്വീകരിക്കണം എന്ന ആവശ്യവും അവർ ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇന്നലെ തന്നെ MABയുമായി കൂടിക്കാഴ്ചയ്ക്ക് ഡി രാജ കത്ത് നൽകിയത്. നേരത്തെ ഈ PMCയുമായി ബന്ധപ്പെട്ട് ഒപ്പിടും എന്ന തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ഈ വിഷയത്തിൽ CPIയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്, ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് MAB വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ പെട്ടെന്ന് സംസ്ഥാന സർക്കാർ ഇതിൽ ഒപ്പിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് വലിയ തരത്തിൽ CPI പ്രകോപിപ്പിച്ചു എന്ന യാഥാർത്ഥ്യം ദേശീയ തലത്തിലും CPI ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡി രാജ വ്യക്തമാക്കിയത് വർഗീയ ശക്തികളെ പൊരുതി തോൽപ്പിക്കാൻ കഴിയും എന്നാണ് തന്റെ പ്രതീക്ഷ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ബിനോയ് വിശ്വത്തെ വന്ന് ശിവൻകുട്ടി കണ്ടതിനെയും അദ്ദേഹം സ്വാഗതം ചെയ്തു. വലിയ പ്രതീക്ഷയുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ എന്ന് ഡി രാജ വ്യക്തമാക്കുന്നു. അതേസമയം നിലപാടിൽ ഒരു മയവും CPI വരുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പാർട്ടി എക്സിക്യൂട്ടീവ് യോഗത്തിനിടയിൽ നിന്നാണ് ഇപ്പോൾ ഡി രാജ ഇങ്ങോട്ട് AKG ഭവനിലേക്ക് എത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഇന്നലെ CPI ജനറൽ സെക്രട്ടറി MAB തമിഴ്നാട്ടിലായിരുന്നു ഉണ്ടായത്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. എന്നാലും കൂടിക്കാഴ്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ശക്തമായ എതിർപ്പ് PMCയിൽ MABക്ക് മുന്നിൽ ഡി രാജ അറിയിക്കും. അത് മാത്രമല്ല ഈ 10ൽ നിന്ന് പിന്മാറണം, ഈ കരാർ റദ്ദാക്കണം എന്ന ആവശ്യം ഉന്നയിക്കും. മുന്നണി മര്യാദകൾ പൂർണ്ണമായും CPI ലംഘിച്ചു എന്ന അതൃപ്തിയും കൃത്യമായി തന്നെ അറിയിക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ശ്രുതി. ഓക്കെ നോബൽ.